എങ്ങനെയുണ്ട് മീനിന്റെ കാച്ചി? അതുവേ നിന്റെ ഫേവറേറ്റ് മെയിൻ സാധനം കണിക്കുള്ളത് അടമുട്ട നമ്മുടെ നാട്ടിൽ കിട്ടുമല്ലേ? ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ വിഷുചന്ത. അപ്പൊ നമ്മൾ ഇന്ന് വിഷുചന്തക്ക് പോയോണ്ടുണ്ട്. വിഷുചന്തക്ക് അപ്പോൾ വിഷുചന്തക്ക് പോകുന്നതിൻ്റെ മുന്നിൽ നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അമ്മേനെ ഒന്ന് വീഡിയോയിൽ കാട്ടണോ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ട് കാട്ടിയിട്ട് നമ്മളൊരു മിഞ്ഞാന്ന് ബോട്ടി ബിരിയാണി ആക്കിയതിൻ്റെ ഒരു ഇച്ചിരി ബോട്ടി ബാക്കിയുണ്ടായി. അതിനെ ഒരു ഫ്രൈ ആക്കി അമ്മയ്ക്ക് വേണ്ടിയിട്ട് അതെല്ലാം അമ്മയ്ക്ക് കൊടുത്തിട്ട് ബാക്കി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ ചന്തയ്ക്ക് പോവാം. ഇത് നമ്മൾ മിഞ്ഞാന്ന് ബോട്ടി ബിരിയാണി ആക്കിയിട്ടുണ്ടായല്ലേ? അപ്പോൾ ഒരു ലേസ ബോട്ടി ബാക്കി ഉണ്ടായി. അതിനെ ഒരുമാതിരി ഫ്രൈ ഉണ്ടങ്ങനെ ആക്കിയിട്ടുണ്ടായി തന്നെയാ. അത് അമ്മയ്ക്ക് ടേസ്റ്റ് നോക്കാൻ കൊടുത്തോണ്ടുണ്ട്. നോക്കട്ടെ. എങ്ങനെയുണ്ടമ്മ? സൂപ്പർ മോനെ, 1 നമ്പർ. നല്ല ദോശക്കെല്ലാം തിന്നാനു, ഇഡ്ലിക്ക് തിന്നാനു, എല്ലാത്തിനും സൂപ്പറായിന്. അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മളുടെ എന്ത് അതൊക്കെ വിഷുചന്ത ധന്യ പണിക്ക് പോയിന്. അവള് വന്നതോ നമ്മൾ ചന്തയ്ക്ക് പോകും. ഇത്ര ദിവസം നമ്മൾ മാത്രമേ പോയോണ്ടായത്. ഒന്നാ ഞാൻ ഇല്ലെങ്കിൽ അവള് അങ്ങനെ പോണേ. ഇന്നത്തെ ചന്ത ലേസ സ്പെഷ്യൽ വിഷു ചന്ത ആയതുകൊണ്ട് കൂടെ പോകല്. അപ്പോൾ വിഷു ചന്ത പറഞ്ഞെങ്കിൽ നമ്മളുടെ അവിടെ എങ്ങനെയാന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ ആഴ്ചക്കൊരിക്കേ ചന്ത നടക്കുമല്ലോ, ഞായറാഴ്ച. ആ ഞായറാഴ്ച ചന്ത നടക്കുമ്പോൾ ചിലപ്പോൾ തിങ്കളാഴ്ച വിഷു ആയെങ്കിൽ നമുക്ക് ആ ഞായറാഴ്ച വരുന്ന ചന്ത തന്നെ വിഷു ചന്ത. അങ്ങനെ പോയിട്ട് വേണ്ടിയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് വരും. കുറേ സാധനം വേണമല്ലേ അമ്മ? അപ്പോൾ അപ്പോൾ നമ്മൾ എന്തേ വീഡിയോ നമ്മളുടെ ചാനലിൽ ഇട്ടാലോ നമ്മളുടെ കുടുംബക്കാർ അമ്മ എങ്ങനെയുണ്ട് അമ്മക്ക് സുഖമായോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടുണ്ട് മക്കളെ, ഒരു കുറവുമില്ല. ലേസൊക്കെ ആൾ നടക്കാനാവാത്തത് മാത്രം ഇങ്ങനെ ഇരിക്കൂ. വയസ്സും ആയതല്ലേ ഇപ്പം മക്കൾ. ആർക്ക് ഭാഗ്യമുണ്ട് അവർക്ക് മാത്രം അമ്മമാരനെ നോക്കാനില്ല അവകാശം ദൈവം തരുള്ളൂ. അയ്യോ, അപ്പോൾ എന്താ വിശേഷം? വിഷു അതന്നെ മോനെ. മോളിനെ കൂട്ടിയിട്ട് ചന്തയ്ക്ക് പോകണു. മോളുണ്ടായെങ്കിൽ ശരി, ഇല്ലാത്ത പോയാൽ ഇത് കൊടുന്നിട്ടില്ല എന്നെല്ലാം പറയൂ. അതിനെ കൊണ്ട് പിന്നെ എനിക്ക് വിഷു ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എപ്പോഴും വിഷു വരുമ്പോൾ വിഷു എപ്പോൾ വന്നാലും പൊതുവെ ഞാൻ എന്താക്കല് പറയാമ്മ, നീയെ പറയാ. ഞാൻ വിഷു വന്നാൽ എന്താക്കൂ അമ്മക്ക് തുണി കൊണ്ടുവരൂ, കുട്ടികൾക്ക്. അതല്ലാണ്ട് വേറെ വിഷു കനീൻ്റെ കാര്യം വരുമ്പോൾ എന്താക്കും? വിഷു കന്നീൻ്റെ കാര്യം വരുമ്പോൾ നേരം വെളുത്തിട്ട് മോന് തപ്പിക്കൊണ്ട് വരൂ അമ്മേൻ്റെ കാല് പിടിക്കാന്ന്. അപ്പോൾ എൻ്റെ വിഷു എനിക്ക് എപ്പോൾ വിവരം അറിഞ്ഞ് അവിടെ നിന്ന് ഈ ദിവസം വരെ ഞാൻ എണിച്ചതു പോയിട്ട് അമ്മേൻ്റെ കാല് പിടിക്കൂ, അമ്മേനെ ഫസ്റ്റ് നോക്കൂ. വിഷു കണി ഞാൻ നോക്കൂല. എന്താ പറഞ്ഞാൽ എല്ലാവരും പൊതുവെ ഫസ്റ്റ് പോയിട്ട് വിഷു കണി കാണലല്ലേ. ഞാൻ അമ്മേനെ നോക്കിയിട്ട് അമ്മേൻ്റെ കാല് പിടിച്ചിട്ട് പിന്നെ വിഷു കണി കാണല്. അത് ഈ ദിവസം വരെയോ ഞാൻ ആക്കിക്കൊണ്ട് വന്നുകൊണ്ടില്ലത് അങ്ങനെ. അപ്പോൾ നിങ്ങളെല്ലാം വിഷു എങ്ങനെ ആഘോഷിക്കൂ, അതിൻ്റെ തുടക്കം എങ്ങനെ ഉണ്ടാകുന്നില്ലത് നമുക്ക് കമൻറ്റിൽ പറയണം. അതെ, നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പൊന്നമ്മ എങ്ങനെയുണ്ട്, ഇപ്പോൾ സുഖം തന്നെയാണ് എല്ലാ മക്കളും ചോദിക്കുന്നുണ്ട്. ചെറുതും വലുതും എല്ലാ പൊന്നമ്മ എന്നെ ചോദിക്കുന്നു. ഏത് കുറവും ഇല്ലാണ്ട് എൻ്റെ മോനുള്ളവരെ എനിക്കൊരു കുറവും ഇല്ലപ്പാ. പാങ്ങിൽ ആസ്പത്രിയെല്ലാം കൊണ്ടുപോയി കൂട്ടിയിട്ട് വന്ന് ഉഷാറായിട്ട് ഞാനുണ്ട്. അമ്മയ്ക്ക് ഒരു ഇച്ചിരി നമ്മൾ പുറത്ത് മൈസൂർ സൈഡ് കൂട്ടിയിട്ട് പോയിട്ട് ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് എല്ലാം ആക്കാനുണ്ട്. അതാക്കിയെങ്കിൽ അമ്മ ഇനിയും ഫുള്ള് സ്റ്റഡി ആയിട്ടുണ്ടാവും. ഇപ്പൊ 2 കാലിന്റെ മാത്രമല്ല കുഴപ്പം മക്കളെ, പിന്നെ ഒരു ഇതും ഇല്ല എനിക്ക് വാങ്ങണ്ട്. അപ്പോൾ അമ്മ ഇനിയും നല്ലതായിട്ട് കാണാൻ നമുക്കും ആഗ്രഹമുണ്ട്. നമ്മളുടെ കുടുംബക്കാർ
നമുക്ക് കമൻ്റ് ആക്കിയിട്ടെല്ലാം വിവരം ചോദിച്ചുകൊണ്ടല്ലേ അവർക്കും ആഗ്രഹമുണ്ട്. അതെ. ഓർത്തനൂടെ അച്ഛമ്മ പറഞ്ഞു കൊടുത്ത പാട്ട് പാടട്ടെ പാടട്ടെ എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ട് എന്തെല്ലാം കുത്തിത്തീർപ്പാക്കിക്കൊണ്ടുണ്ട്. ഇപ്പോൾ പാടാൻ പറയൂന്ന്. അപ്പോൾ അതിക്കേ നീ എന്തോ പറയാൻ വന്നല്ലേ? എനിക്ക് വിഷു ഇഷ്ടം, അത് പൈസ കിട്ടും. അതാണ് നീ നോക്കുന്നതല്ലേ. വിഷു വന്ന് പറഞ്ഞ മകനെ ഫസ്റ്റ് പോയിട്ട് അമ്മേൻ്റെ കാലെല്ലാം പിടിച്ചിട്ട് പിന്നെ പോയിട്ട് വിഷുക്കണിയെല്ലാം കണ്ടിട്ട് പിന്നെ നമ്മൾ എന്താക്കണം? നമ്മൾ പൈസ എടുക്കണം. പൈസന്റെ ഒരേ ചിന്തയുള്ള കുട്ടികൾക്ക്. നിനക്ക് എന്താക്കണം മോനെ? നിനക്ക് എന്താക്കണം അപ്പ? കൈ എടുക്കുമ്പോ എന്താ അവൻ അതേ ആക്കുന്നേ. അപ്പോൾ അങ്ങനെ വിഷു ചന്തയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അതെ പോയിട്ട് വിഷു ചന്ത മാർക്കറ്റിൽ എന്തെല്ലാം ഉണ്ട്, എങ്ങനെയുണ്ട് നിലയിനെല്ലാം നമുക്ക് കണ്ടിട്ട് വരാമല്ലമ്മ. അതെപ്പാ, എപ്പോഴും നിങ്ങൾ ഒറ്റയ്ക്ക് പോവൂ. വിഷു ചന്തയ്ക്ക് പെൺകുട്ടികളെയും കൂട്ടിക്കൊണ്ട് പോകണോ. അവർക്ക് എന്തെന്ത് വേണം പറഞ്ഞിട്ട് അവർക്കേ അറിയുള്ളൂ. ഒന്ന് കൊണ്ടുവന്നാ ഒന്ന് മറന്നിട്ട് നിങ്ങൾ വരൂ. അവർക്കാവില്ല. അത് ഒപ്പം കൂട്ടിക്കൊണ്ട് പോയിട്ട് ചന്തയാക്കിയിട്ട് വാ. ചന്തയാക്കിയിട്ട് വിഷുക്ക് എന്തെല്ലാം വേണോ എല്ലാം ഒരുക്കുക. ഇവിടെ പൊതുവെ എല്ലാ ആൾക്കാരും നമ്മളുടെ ഈ സൈഡിലുള്ളവർ അങ്ങനെ ആക്കല്. എന്താ പറഞ്ഞ ആഴ്ചക്ക് ഒരു ദിവസം മാത്രമേ ചന്ത വരൂ. അപ്പോൾ ഈ വിഷുക്ക് 2 ദിവസം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇന്ന് ചന്ത വന്നിന് അതിനെ കൊണ്ട് ഇത് വിഷു ചന്തൻ്റെ കണക്കിൽ കൂട്ടിയിട്ട് വേണ്ടിയ സാധനം കൊണ്ടുവരും. അപ്പോൾ നിങ്ങളെ തീരുമാനിക്കേ. ഇവരുടെ ഇപ്പോൾ ഡിസ്കസ് ഇവർക്കേ അറിയില്ല വീഡിയോ ആക്കിക്കൊണ്ടുള്ളത് ഏത് പാട്ട് പാടാനുള്ളത്. എന്നാ പാടിക്കോളേ. അമ്മയും പറയാം. അമ്മവും കൂടെ കൂടിയല്ലേ നിങ്ങൾക്ക് പാട്ട് പാടാനാവൂ. പാടി. പരമശിവ കാലത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ, ഇരിക്കുമിടത്തിൽ ഇருந்து കൊണ്ടാലെല്ലാം സൗഖ്യമേ. ഗരുഡൻ சொன்னது അതില് അർത്ഥമുള്ളത്. പരമശിവ കാലത്തിലിരുന്ന് പാമ്പ് കേട്ടത് ഗരുഡ സൗഖ്യമാ, ഇരിക്കുമിടത്തിൽ ഇருந்து കൊണ്ടാലെല്ലാം സൗഖ്യമേ. ഗരുഡൻ சொன்னது അതില് അർത്ഥമുള്ളത്. നിങ്ങളെ ക്ലാപ്പ് അടിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ പാടിയേക്ക് നമ്മളുടെ കുടുംബക്കാർ കമൻറ്റിൽ നിങ്ങൾക്ക് അവാർഡ് കൊടുക്കും. അതെ. അപ്പോൾ നെക്സ്റ്റ് ഇഞ്ഞൊരു പാട്ട് പാടിക്കല്ലേ വേഗം. ഏതാ പിന്നൊന്ന് പറഞ്ഞല്ലേ? അത് വേണ്ടമ്മ. നല്ല നീ സൂപ്പർ സെല്ലിനെ, നീ വാടി കൂളിംഗ് വാട്ടർ മെലനെ, നീ ബ്യൂട്ടി ബഫുനെ, നൈറ്റാന കനവില്ല വാരടിയെ, ലൈറ്റാന யோசிக்கிற ஒன்ன பத்திய, மண்டையில படிக்கொணு ஏறலடி, அழகுல ஒன்ன மிஞ்ச ஆளிலடி, மிடுக்கி நிதாய நெஞ்ச குலுக்கி சிறுக்கி படிய மொத்த கலகி அழகி துராய ரொம்ப விலகி. അപ്പോൾ സകതായിന് പാട്ട്, ഈ പാട്ട് അച്ഛമ്മക്ക് തന്നെ അറിയില്ല. അച്ഛമ്മക്ക് അറിയില്ല. ഇത് പുതിയ പാട്ട് ഇവരെ സ്വന്തം പഠിച്ചിട്ടുള്ളത് ടിവിയിൽ എന്താ നോക്കിയിട്ട് വന്ന പാട്ട് ഒരു ഫിലിമിലെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ വന്നിട്ടില്ല. ആ പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ ആ പാട്ടിന് അച്ഛമ്മക്ക് പറഞ്ഞു കൊടുക്കണ്ട. അച്ഛമ്മ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും വെറൈറ്റി പാട്ട് പറഞ്ഞു കൊടുക്കുമോ? അപ്പോൾ അരിപ്പൊടി ജീരകത്തിന്റെ ഒരു പാട്ടുണ്ട്. അത് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ പാടാം. യൂട്യൂബിലുണ്ട്. അടുത്ത വീഡിയോയിൽ പാടാം. ഓക്കെ. ഓക്കെ. അപ്പോൾ നമ്മൾ അമ്മൻ്റെ അടുത്ത് വന്നിട്ട് കുറേ നേരം വാക്ക് പറഞ്ഞുകൊണ്ടിരുന്ന്. അപ്പോൾ ഏട്ടനെല്ലാം ആൾറെഡി വിഷു ചന്തയെല്ലാം ആക്കിയിട്ട് വന്നിട്ടായി ഉച്ചക്ക് തന്നെ. ഇപ്പോൾ ധന്യൊക്കെ പണിക്ക് പോയിട്ടുണ്ടായി. പണിയിൽ നിന്ന് ഇപ്പോൾ ധന്യം വന്നിന്. ഏട്ടാ വിഷു ചന്തയെല്ലാം ആയിട്ടായാ? വിഷു ചന്തയായിട്ടായി. പിന്നെ ഭയങ്കര തിരക്കുണ്ടായി ചന്തയിൽ. ഇത് വിഷുക്ക് എല്ലാവരും
സാധനം മേടിക്കാനല്ലേ അത് പറഞ്ഞ ഇവിടെ ഞായറാഴ്ച മാത്രമേ ചന്ത നടക്കുള്ളൂ അല്ലേ? അപ്പോൾ ഭയങ്കര തിരക്കുണ്ടായി. 2 ദിവസം കഴിഞ്ഞത് വിഷു വരെ വന്ന് അതിനെ കൊണ്ട് പൊതുവെ എപ്പോൾ തിരക്കുണ്ടാവും. ഈ വിഷു ആഴ്ച ആയ കൊണ്ട് സ്പെഷ്യൽ തിരക്കായിരിക്കും. അപ്പോൾ നമ്മൾ ചന്തയ്ക്ക് പോയിട്ട് വരാമ്മ. ഓക്കെ. അപ്പോൾ ഇതന്നെ നമ്മളുടെ സുണ്ടിക്കൊപ്പ. കുറേ ദിവസമായി നമ്മളുടെ വീഡിയോയിൽ സുണ്ടിക്കൊപ്പത്തിനെ കാട്ടാണ്ട്. ഇതിൻ്റെ കൈ മുമ്പിൽ നമ്മൾ ഒരിക്കൽ മാർക്കറ്റിൽ പോകുന്ന വീഡിയോ ആക്കിയിട്ടുണ്ടായി. ഇപ്പോൾ പിന്നെയും മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പിന്നെയും ഒരിക്കൽ നമ്മളുടെ സുണ്ടിക്കൊപ്പത്തിനെ കാട്ടിക്കൊണ്ടുണ്ട്. നമ്മ ഊറും ഇതിപ്പോൾ പുതിയതായിട്ട് സുണ്ടിക്കൊപ്പത്തിലായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ നമ്മളുടെ സുണ്ടിക്കൊപ്പത്തിൻ്റെ മെയിൻ സർക്കിളിലേക്ക് എത്തി. ഞായറാഴ്ച ഭയങ്കര ട്രാഫിക് ഇവിടെ. ഇതിൻ്റെ ഈ സർക്കിളിൽ നിന്ന് റൈറ്റിലേക്ക് പോയാൽ തന്നെ നമ്മളുടെ സുണ്ടിക്കൊപ്പ മാർക്കറ്റ് പോയിട്ടുണ്ട്. എല്ലാവരുടെ കയ്യിൽ മുമ്പിൽ പോകുന്നുണ്ട്. ഇത് സ്നാക്സ് പീഡിയ. ഇത് സ്നാക്സ് പീഡിയ. എന്ത് പീഡിയ? സ്നാക്സ് പീഡിയ. നമ്മൾ ഇവിടെ നിന്ന് സ്നാക്സ് മേടിക്കും. അതന്നെ നിങ്ങൾക്ക് ബാഗ് കണ്ണുക്ക് കാണും അല്ലേ? സ്നാക്സ് പീഡിയ. ಸೊಪ್ಪು ಸಂತೆ ಎಲ್ಲ ಮಾಡಿ ಬರಲ್ಲ. ಅದು ಸಣ್ಣದಾಯ್ತು, ದೊಡ್ಡದು ಕೊಡಿ. ಏನಮ್ಮ ಏನು ತಲೆ ಕೆಳಗಾಕಿದ್ಯಾ? മെയിൻ സാധനം കണിക്കുള്ളത് ഇത് വേണ്ടേ? കണിക്ക് ഒരുങ്ങ ನಾಲ್ಕು ಕೊಡಿ. ಹೆಚ್ಚು ಕಮ್ಮಿ ಮಾಡಿ ಕೊಡಿ. ನಾವು ಇಲ್ಲೇ ಅವರೇ ತಾನೆ. ಅಸಮರನ್ನು ಹೋಗ್ಬಿಟ್ರು. ಎಲ್ಲ ಹೋಮ್ ಮೇಡ್ ಅಲ್ಲೇ. ಇದೆಂತ ಸಾಧನ? ಇದಲ್ಲ ಇದು അതെയാ? ഇത് പുളിയോഗര അല്ലേ? ಮತ್ತಂಗೆ ಬೇಕುವಾ? ಎಷ್ಟು? 10 ರೂಪಾಯಿಗೆ 3? ಇನ್ನು 10 ರೂಪಾಯಿ ಕೊಡಿ. ಪಾಲಕ್ಕಿಲ್ಲ? ಒಂದೆರಡು ಪಾಲಕ್ ಕೊಡಿ ಅಮ್ಮ. ಹಾಂ, ಪಾಲಕ್ ಹಂಗೆ ಬಿಡು. ಇದು ಮೊತ್ತ ಇತ್ತರ ಚಪ್ಪಕ್ಕೆ 40 ರೂಪಾಯಿ. ಒಂದು ಸಣ್ಣ ಪಪ್ಪಾಯಿ ಕೊಡಿ, ಸಣ್ಣದು ಸಾಕು. ಹಾಂ, എന്തൊക്കെയുണ്ട് അതിക്ക്? ഓ, തക്കാളി പച്ചക്കറി എടുക്കാൻ പഠിച്ച്. ചുവന്നത് നോക്കിയിട്ട് എടുക്കാൻ എത്ര? എന്നിട്ട് ചുവന്നതൊന്നും കാണാനില്ല അതിലേ. ഇവിടെ നമ്മൾ വിളക്ക് കത്തിക്കണേ തിരി മേടിക്കാൻ വന്നിന്. അല്ല, ഇത് വേറെ ടൈപ്പ് ഇത് അതിൽവാ? ധന്യ, ഇനി എന്തെടുക്കാൻ പോന്നെ? മുള്ളന്. ഇതെന്ത്? വെറൈറ്റി ഉണക്ക് മീൻ. നമ്മളെടുത്തോണ്ടുള്ളത് ഇത് മുള്ളെണ്ണ. എങ്ങനെയുണ്ട് മീനിന്റെ കാച്ചി?
അതുവേ നിന്റെ ഫേവറേറ്റ് ഇതെന്റെ സൈഡ് കട യൂട്യൂബിലിടാൻ വരുന്നുണ്ട്. നിച്ചു എന്ത് ഡാൻസ് ഹിപ്പ് ഹോപ്പ് നിച്ചോ നല്ലൊരു സ്റ്റെപ്പ് ഇടുന്ന മാർക്കറ്റിൽ. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വന്നത് കാക്കാം. അങ്ങനെ മീനെടുക്കാൻ വരുമ്പോൾ മീനില്ല. നല്ല ഒരു നെല്ല് കിട്ടി. നെല്ല് എടുത്തോണ്ടുണ്ട് റെഡിയാക്കി. സൂപ്പർ നെല്ല്. നമ്മളുടെ ഇവിടെ മാത്രം ക്ലീനാക്കി കൊടുക്കല്. കേരളത്തിലെല്ലാം ഒന്നും ക്ലീനിങ് ഇല്ല. അവിടെ തൂക്കൽ എടുക്കൽ നേരെ പോകല്. നമ്മളുടെ ഇവിടെ ക്ലീനിങ് എല്ലാം എന്ത് മീൻ എടുത്താലും ക്ലീനാക്കി തരും ഇവിടെ. നല്ല സൂപ്പർ മത്തിൻ്റെ. അപ്പോൾ മാർക്കറ്റിലെല്ലാം പോയിട്ട് വന്നല്ലേ? മാർക്കറ്റിൽ പോയിട്ട് വന്ന് പിന്നെ അവിടുത്തെ ഒച്ചനെ കൊണ്ട് നമ്മൾ വാക്ക് പറഞ്ഞത് കേൾക്കില്ല. അങ്ങനെ പിടിച്ച് വീഡിയോ ആവുന്നത്ര വീഡിയോ ആക്കിയിട്ട് വന്നിന്. അപ്പോൾ നമ്മളുടെ വിഷു ചന്ത ഇത്ര തന്നെ ഉള്ളത്. ഇനി നമ്മൾക്ക് അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.